Zara Gold Diamonds and Platinum CPA Complex CPA Junction Edavanna Sigma Electronics Gallery എടവണ്ണപ്പാറ അരീക്കോട് മഞ്ചേരി നിലമ്പൂർ ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി എമിറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സിദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ 22 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ എടവണ്ണ. നിലമ്പൂരിലെ 2 സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ പൂട്ടി നടത്തിപ്പുകാർ മുങ്ങിയതായി പരാതി. നിലമ്പൂർ ഡിവൈഎസ്പിക്ക് 4 പേരാണ് പരാതി നൽകിയത്. നിലമ്പൂരിൽ 2017 മുതൽ നടത്തിവരുന്ന ധനകാര്യ സ്ഥാപനങ്ങളാണ് അടച്ചുപൂട്ടിയത്. സ്ഥാപനങ്ങളിലെ ജീവനക്കാർ ഉൾപ്പെടെ ജോലിക്കായി എത്തിയപ്പോഴാണ് 2 ധനകാര്യ സ്ഥാപനങ്ങൾക്കും പൂട്ടുവീണതായി കണ്ടത്. ഒന്ന് ബാങ്കായും രണ്ടാമത്തേത് ചിട്ടി നടത്തുന്ന ധനകാര്യ സ്ഥാപനവുമായാണ് പ്രവർത്തിച്ചിരുന്നത്. നിലമ്പൂരിലെ 2 സ്ഥാപനങ്ങൾ ഉൾപ്പെടെ കോഴിക്കോട്, വയനാട്, പാലക്കാട് ജില്ലകളിൽ 14ഓളം ബ്രാഞ്ചുകൾ ഇവർക്കുണ്ടെന്നും ജീവനക്കാർ പറയുന്നു. നിലമ്പൂരിലെ 2 പണമിടപാട് സ്ഥാപനങ്ങളും പൂട്ടി ഉടമകൾ മുങ്ങുകയും ഫോണ് സ്വിച്ച് ഓഫ് ആക്കുകയും ചെയ്തതോടെയാണ് സ്ഥാപനങ്ങളിൽ സ്ഥിരം ഡെപ്പോസിറ്റ് ഇട്ടവരും ദിവസച്ചിട്ടിയിൽ പണം നിക്ഷേപിച്ചവരും കൂട്ടത്തോടെ നിലമ്പൂർ ഡിവൈഎസ്പി ഓഫീസിൽ പരിസരത്തേക്ക് എത്തിയത്. കളക്ഷൻ ഏജന്റുമാരും നിലമ്പൂർ ബ്രാഞ്ചുകളിലെ മാനേജർമാരും എത്തിയിരുന്നു. നിലമ്പൂർ ഡിവൈഎസ്പി ജി ബാലചന്ദ്രന് 4 പേരാണ് പരാതി നൽകിയത്. അന്വേഷണം ആരംഭിച്ചതായി ഡിവൈഎസ്പി പറഞ്ഞു. വിവാഹ ആവശ്യങ്ങൾക്കുൾപ്പെടെ പണം നിക്ഷേപിച്ച 100 കണക്കിന് ആളുകൾക്കാണ് ലക്ഷങ്ങൾ ലഭിക്കാനുള്ളത്. ചിട്ടി ലഭിച്ചിട്ടും മാസങ്ങളായി പണം ലഭിക്കാത്തവരും ഇതിലുണ്ട്. 1 ലക്ഷം രൂപയ്ക്ക് വർഷം 13,000 രൂപ പലിശ ലഭിക്കുമെന്നതിനാലാണ് പലരും പണം നിക്ഷേപിച്ചത്. ഇവർക്ക് ചെക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിലും ബാഗുകളിൽ നിന്നും ഇത് മടങ്ങി. 1 ലക്ഷം ഡിപ്പോസിറ്റ് ചെയ്താണ്, ഫിക്സഡ് ഡിപ്പോസിറ്റ്. അത് ചെയ്തിട്ട് 1 കൊല്ലം കഴിഞ്ഞാൽ 1,13,000 കിട്ടുന്നതാണ്. ആ 1,13,000 ചെക്ക് 16/11/2024 ചെക്ക് തന്നു. അപ്പോൾ 16-ാം തീയതി എസിൻ്റെ അക്കൗണ്ടിലെ ബാങ്ക് SBI ആണ്. ആ SBIയിൽ ചെക്ക് കൊണ്ട് കൊടുത്തു. 2 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞതിന് ശേഷം പൈസ തരുന്നതാണ്. അപ്പോൾ ഇന്നുകൊണ്ടാണ് ഇന്ന് ചെന്നപ്പോൾ ഇങ്ങനെ ചെക്ക് മടങ്ങിയിട്ടുണ്ടായിരുന്നു. അവന് എന്താ ചെയ്യേണ്ടത്? ചെക്ക് മടങ്ങുന്ന നേരെ ബാങ്കിൽ പോയി കൊടുക്കാറ്. ഇവിടെ വീട്ടിൽ വരാനാണ്. അങ്ങനെ ഇവിടെ വന്ന് അപ്പോൾ ബാങ്ക് അടച്ചിട്ടുണ്ടായിരുന്നു. ബാങ്ക് കൂട്ടിയുണ്ട്. ബാങ്ക് കൂട്ടി വരും. നിങ്ങൾ ഒരേ പേരെന്താ? സുകുമാരൻ. വീട് പിന്നെ പുതിയ കടം അമരമ്പല സൗത്ത് പൂക്കുടുംപാട്. അവിടെയാണോ കട? കട അമരമ്പല സൗത്ത്. ഇവരൊക്കെ അവിടെയൊക്കെ വരുന്നുണ്ട്. അവിടെ ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് കടയിലുണ്ട്. എന്നോടും പറയാം, ഞാൻ അതിനെപ്പുറത്ത് പലർക്കാണ്. അതിനോടും പറയാം, ഞാൻ കൂടിയിട്ടില്ല. സ്വാഭാവികമായിട്ട് സർക്കാർ പണം തിരിച്ചു കിട്ടിയാൽ മതിയെന്നാണ് നിക്ഷേപകരിൽ പലരും പറയുന്നത്. അതിനാലാണ് 200ഓളം പേർക്ക് പണം നഷ്ടമായെങ്കിലും പരാതികൾ 4-ൽ ഒതുങ്ങാൻ കാരണം. 1 ലക്ഷം മുതൽ 25 ലക്ഷം വരെ കിട്ടാനുള്ളവരും ഇതിൽ ഉൾപ്പെടും. നിലമ്പൂർ മേഖല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പല സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളിലും നിക്ഷേപകരുടെ പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്താണ് പലരും നിക്ഷേപകരെ വലവീശി പിടിക്കുന്നത്. യാതൊരു ചട്ടങ്ങളും പാലിക്കാതെ സ്വകാര്യ വ്യക്തികളും സ്ഥാപന ഉടമകളും ചിട്ടികളും മറ്റു നിലമ്പൂർ മേഖലയിൽ നടത്തിവരുന്നതായി പോലീസിന് സൂചന ലഭിച്ചിട്ടുണ്ട്. പരാതി നൽകിയാൽ പണം തിരിച്ചു കിട്ടാൻ കാലതാമസം എടുക്കുകയോ പണം കിട്ടാത്ത സാഹചര്യം ഉണ്ടാകുമോ എന്ന ആശങ്കയാണ് പണനിക്ഷേപകരെ അലട്ടുന്നത്. കളക്ഷൻ ജീവനക്കാരും ഏജന്റുമാരും എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ്. ജീവനക്കാർ സ്ഥാപനങ്ങൾ തുറക്കാൻ എത്തിയപ്പോൾ മാത്രമാണ് സ്ഥാപനം പൂട്ടിയ വിവരം അറിയുന്നത്. Zara Gold Diamonds and Platinum CPA Complex CPA Junction Edavanna Sigma Electronics Gallery എടവണ്ണപ്പാറ അരീക്കോട് മഞ്ചേരി നിലമ്പൂർ. ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ. അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി എമിറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സിദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ. 22 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ എടവണ്ണ.